ഇതൊരു കോഫി ഷോപ്പാണ്. എനിക്കൊന്ന് വൈകുന്നേരമൊക്കെ ആയിരിക്കും ഓപ്പൺ ആകുന്നു. വേലിയൊക്കെ കെട്ടിയിട്ട് തിരിച്ച് സെറ്റായിട്ട് ടേബിളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സെറ്റ് വൈബായിരിക്കും. ഓക്കെ, ചുഴലിക്കാറ്റ് നോക്കും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് നോക്കും. നീ കണ്ടില്ലല്ലോ, കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ അവസാനത്തെ വീഡിയോ വന്നതെന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ സീരീസാണ്. ശരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ യാത്രകൾ നടത്തി. കുറേ യാത്രകൾ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം മസ്കറ്റ് പോയി, അതുപോലെ അഹമ്മദാബാദിൻ്റെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിനൊന്നും വീഡിയോ ഇതുവരെ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. കുറേ തിരക്കൊക്കെ ആയിട്ട് ആ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനും ഇടാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ ആദ്യത്തെ മസ്കറ്റ് പോകുന്നത് 2024 നവംബറിലാണ്. രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നത് 2025 ജൂണിലാണ്. ഈ 2 വീഡിയോ പെൻഡിങ് ആണ്. അതുപോലെ ഇതിനിടയിൽ അഹമ്മദാബാദ് പോയ കുറേ വീഡിയോ ബാക്കിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കുറേ പെൻഡിങ് ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ച് ഉള്ള സമയത്ത് ഒമാൻ്റെ 2 വീഡിയോയും കൂടെ ചേർത്തിട്ട് ഒറ്റ സീരീസായിട്ട് ഒരു ഒമാൻ്റെ വീഡിയോയും അതിനുശേഷം അഹമ്മദാബാദിൻ്റെ വീഡിയോയും ഇടാമെന്നുള്ളൊരു പ്ലാനിലാണ്. 2024 നവംബർ 30 നമുക്ക് നാഷണൽ ഡേക്ക് കുറച്ച് അവധി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാതെ പെട്ടെന്ന് ചെയ്തൊരു ട്രിപ്പായിരുന്നു. പെട്ടെന്ന് സോഹറിലോട്ട് പോകാമെന്നുള്ളൊരു പ്ലാനിൽ നമ്മൾ ഇവിടുന്ന് നേരെ സോഹറിലോട്ടൊരു ട്രിപ്പ് പോയി. അതാണ് ആദ്യത്തെ വീഡിയോ. അത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ട്രിപ്പായിരുന്നു. പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലായിരുന്നു. പെട്ടെന്നൊരു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ട്രിപ്പായിരുന്നു അത്. നമുക്ക് ആ വിശേഷങ്ങൾ കണ്ട് നമുക്ക് വീഡിയോയുടെ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ ഞാൻ എൻ്റെ എല്ലാ യാത്രകളും നന്നായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പോകുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് നല്ല ഡീപ്പായിട്ട് അത്യാവശ്യം നോക്കിയിട്ട് ഏതൊക്കെ സ്ഥലങ്ങളാണുള്ളത്, അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം, അവിടുത്തെ പ്രത്യേകതകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രത്യേകിച്ച് ഞാൻ നോക്കിയിട്ടാണ് പോകാറുള്ളത്. പക്ഷേ ഈ ഒരു യാത്രയിൽ അങ്ങനെയുള്ള യാതൊരു തയ്യാറെടുപ്പുകളും ഇല്ലാതെ നടത്തിയ ഒരു യാത്രയാണ്. നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ എത്ര ദിവസം ഒമാനിൽ തങ്ങണമെന്നോ എപ്പോൾ തിരിച്ചു വരണോ അങ്ങനെയൊന്നും ഒരു പ്ലാനും ഇല്ലാതെ തുടങ്ങിയ ഒരു യാത്രയായിരുന്നു. നമ്മൾ ഒരു ദിവസം കൊണ്ട് തന്നെ സോഹറിലെ കാഴ്ചകൾ കണ്ടു. പിന്നെ നമ്മൾ അവിടെ നേരെ മസ്കറ്റിന് പോയി. മസ്കറ്റിലെ കാഴ്ചകൾ കണ്ടിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ആദ്യത്തെ ട്രിപ്പ് അവസാനിപ്പിച്ചിട്ട് തിരിച്ചു വരുന്നത്. സോഹർ മസ്കറ്റും കണ്ടിട്ട് തിരിച്ച് വരുന്ന വിശേഷങ്ങളാണ് ആദ്യത്തെ ഒരു 4-5 എപ്പിസോഡിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് 2025 ജൂണിൽ വീണ്ടും മസ്കറ്റിലോട്ട് പോയി മസ്കറ്റിലെ കുറെ ബാക്കിയുണ്ടായിരുന്ന കാഴ്ചകളൊക്കെ കണ്ടു. 6ാമത്തെ എപ്പിസോഡ് മുതൽ ഒരു 3-4 എപ്പിസോഡ് രണ്ടാമത്തെ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ പുതിയ വീഡിയോയിലേക്ക്, ഒമാൻ സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. UAE-ൽ താമസിക്കുന്ന UAE റെസിഡൻസിന് ഒമാനിൽ പോകാനാണെങ്കിൽ നമ്മുടെ ബോർഡറിൽ ഓൺ അറൈവൽ വിസ സൗകര്യം ലഭ്യമാണ്. നമുക്ക് ചിലവ് വരുന്നതെന്ന് പറഞ്ഞാൽ UAE-യുടെ ബോർഡർ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് 35 ദിർഹംസും വാറ്റിൽ ഏകദേശം ഒരു 40 ദിർഹംസ് UAE ബോർഡർ പോസ്റ്റിൽ നമ്മൾ പേ ചെയ്യണം പെർ പേഴ്സൺ. ഒമാനിലോട്ടുള്ള വിസ ഫ്രീ ആണ്. 14 ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ 28 ദിവസം. 28 ദിവസമാണ് മാക്സിമം നമുക്ക് ഫ്രീ ആയിട്ട് വിസ തരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ചിലവ് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്ന വണ്ടിയുടെ ഇൻഷുറൻസ് ആണ്. നമ്മൾ പോകുന്ന വണ്ടിക്ക് ഒമാൻ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ നമുക്ക് ബോർഡറിൽ എടുക്കാൻ പറ്റും. ഒരു 100-125 ദിർഹംസ് റേഞ്ചിൽ ഇൻഷുറൻസ് കൊടുക്കുന്ന ഫെസിലിറ്റി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. അത് എമിഗ്രേഷനോട് ചേർന്നിട്ട് തന്നെ ഉണ്ട്. നമ്മൾ ബോർഡറിൽ പോയിട്ട് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ദിവസം ഒമാനിലുണ്ടാവും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അവിടെ പറയണം. കാരണം അവർ തരുന്ന ഇൻഷുറൻസിന് അനുസരിച്ചിട്ടാണ് നമുക്ക് എമിഗ്രേഷനിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻഷുറൻസ് എത്ര ദിവസത്തേക്കാണ് വണ്ടിയുടെ ഇൻഷുറൻസ് ഉള്ളതെന്ന് നോക്കും. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ഈ ഇൻഷുറൻസ് എടുക്കാൻ. ഞാൻ സാധാരണ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ GCC കവേർഡ് ഇൻഷുറൻസ് ആണ് എടുക്കാൻ ശ്രമിക്കുന്നത്. കാരണം എപ്പോൾ ആണെങ്കിലും നമുക്കിങ്ങനെ ബോർഡർ ക്രോസ് ചെയ്ത് അടുത്തുള്ള രാജ്യങ്ങളിലോട്ട് പോകാനാണെങ്കിൽ ഈ ഇൻഷുറൻസിൻ്റെ ഒരു ടെൻഷൻ ആ സമയത്ത് ഉണ്ടാവില്ല. അത് നമ്മൾ സാധാരണ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒരു 100 ദിർഹംസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ GCC ഉൾപ്പെടെയുള്ള ഒരു ഇൻഷുറൻസ് നമുക്ക് കിട്ടും. ഇടയ്ക്ക് ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് പോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു 100 ദിർഹംസും കൂടെ ആഡ് ചെയ്തിട്ട് ഇൻഷുറൻസ് അപ്ഗ്രേഡ് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഒമാൻ കവേർഡ് ഇൻഷുറൻസ് എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒമാനും കൂടെ കവേർഡ് ആക്കി തരുന്ന ഒരു ഫെസിലിറ്റിയും ഉണ്ടെന്നിങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെ ഉണ്ടെന്ന് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ഫെസിലിറ്റിയും കൂടെ അവൈലബിൾ ആണ്. നമ്മുടെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി 6 മാസം ഉണ്ടാവണം. അതുപോലെ വിസ 3 മാസത്തെ UAE വിസ വേണം എന്നുള്ളതാണ് നിയമത്തിലുള്ളത്.
പിന്നെ ഈ ബോർഡറിൽ പോയിട്ട് ക്യൂ നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഓൺലൈനിൽ വിസ എടുക്കാം, ഈ വിസ എടുക്കാം. നമ്മൾ ഓൺലൈൻ പോർട്ടലിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3-4 വർക്കിംഗ് ഡേ കൊണ്ട് മാത്രമേ നമുക്ക് വിസ റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരത്തെ പ്ലാൻ ചെയ്യേണ്ടി വരും. പെട്ടെന്നുള്ള യാത്രയ്ക്ക് ഈ ഓൺലൈൻ വിസ സൗകര്യം എളുപ്പത്തിൽ കിട്ടാനുള്ളൊരു സാധ്യതയില്ല. 4-5 വർക്കിംഗ് ഡേയ്സ് എങ്കിലും വേണമെന്നാണ് അവരുടെ സൈറ്റിൽ തന്നെ പറയുന്നത്. ഞാൻ ഈ ഓൺലൈൻ വിസ എടുക്കുന്ന ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. ആവശ്യമുള്ള ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കിയാൽ ആ ലിങ്ക് കിട്ടും. നമ്മുടെ കൈവശം എമിറേറ്റ്സ് ഐഡിയും വിസയുടെ ഒരു കോപ്പിയും ഉണ്ടാവണം, അത് അവർ ബോർഡറിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ വണ്ടിയുടെ രജിസ്ട്രേഷൻ കാർഡും കയ്യിലുണ്ടാവണം. പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന വണ്ടിയുടെ ഉടമസ്ഥൻ നമ്മുടെ ഗ്രൂപ്പിലുണ്ടാവണം. അങ്ങനെ ഒരു നിബന്ധനയും കൂടെ ഉണ്ട്. നിലവിൽ ഡിബ വഴി ഒമാനിലോട്ട് പോകാം. അതുപോലെ ഖത്മത് മിലാഹ ബോർഡർ പോസ്റ്റ് വഴി പോകാം. ഖത്മത് മിലാഹ വഴിയാണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തത്. ഹത്തയിൽ ഒരു അൽ വജാജ എന്ന് പറയുന്ന ഒരു ബോർഡർ പോസ്റ്റ് ഉണ്ട്. മെസൈദ് ഉണ്ട്. ആ ലൈൻ നമ്മൾ സലാല പോകുന്ന സമയത്ത് ആ ഒരു ബോർഡർ വഴിയാണ് ക്രോസ് ചെയ്തത്. ഇതിൽ മെസൈദും ഖത്മത് മിലാഹയാണ് 24 hours വർക്കിംഗ് ആയിട്ടുള്ള ബോർഡർ ക്രോസിങ്. ബാക്കിയുള്ള ബോർഡർ ക്രോസിങ്ങിനൊക്കെ എന്തോ ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന ബോർഡർ ഏതാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ടൈമിങ്ങും ഒക്കെ നോക്കിയിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഖത്മത് മിലാഹയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ക്രോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഖത്മത് മിലാഹ പോസ്റ്റിലാണ്. ഞാൻ മെസൈദ് വഴി ക്രോസ് ചെയ്തിട്ടുണ്ട്, ഖത്മത് മിലാഹ വഴിയും ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൽദറ ബോർഡർ ക്രോസ് വഴിയും പോയിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഖത്മത് മിലാഹ ബോർഡർ പോസ്റ്റിലുള്ള ക്രോസിംഗ് ആണ്. പിന്നെ ഈ അലൈൻ വഴി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു 4-5 ബോർഡർ ക്രോസിംഗ് ഉണ്ട്. അതിൽ ഒന്നിൽ മാത്രമേ നമുക്ക് വിദേശികളായിട്ടുള്ള UAE റെസിഡൻസിന് ക്രോസ് ചെയ്യാൻ പറ്റൂ. UAE പൗരനല്ലാത്ത UAE താമസക്കാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നത് മെസൈദിൽ മാത്രമാണ്. 2024 November 30 പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷാർജയിൽ നിന്ന് നമ്മൾ ഖത്മത് മിലാഹ ബോർഡർ പോസ്റ്റ് വഴിയാണ് നമ്മൾ പോയത്. കൽബയുടെ അടുത്തുള്ള ഒരു ബോർഡർ പോസ്റ്റാണ് ഖത്മത് മിലാഹ ബോർഡർ പോസ്റ്റ്. നമ്മൾ ഏകദേശം ഒരു 5 മണി ആകുന്ന സമയത്താണ് ഖത്മത് മിലാഹ ബോർഡർ പോസ്റ്റിലെത്തുന്നത്. ആ സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് ലൈനുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത്ര തിരക്ക് അറിയാതെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് നമ്മൾ ഒമാനിലോട്ട് എൻ്റർ ആയി. ക്യൂവിൽ മുഴുവൻ UAE രജിസ്റ്റേർഡ് വണ്ടികളായിരുന്നു. കാരണം അടുത്തടുത്ത് ഒരു 3 ദിവസത്തെ ലീവ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് UAEയിലുള്ള താമസക്കാർക്ക് പോകാൻ പറ്റുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒമാനാണ്. അപ്പോൾ പൊതുവെ ചിലവും കുറവാണ്. പെട്ടെന്ന് നമുക്ക് നമ്മുടെ വണ്ടിയിൽ തന്നെ പോകാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒമാനിൽ പോകാനാണ്. മസ്കറ്റ്, അതുപോലെ കുറച്ചധികം സമയമുള്ള ആൾക്കാർ സലാല പോലെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് കറങ്ങിയിട്ട് വരും. മസ്കറ്റും സൊഹറും പോലെയുള്ള അടുത്ത സ്ഥലങ്ങളിൽ ആണ് കൂടുതൽ ആൾക്കാർ പോകുക. കാരണം സലാലയ്ക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് മണിക്കൂറുകൾ യാത്രയുണ്ട്. 16 മണിക്കൂറോളം വണ്ടിയിൽ യാത്രയുണ്ട്. അതേസമയത്ത് സൊഹറിലാണെങ്കിൽ 2-3 മണിക്കൂറേ ഉള്ളൂ. അതുപോലെ മസ്കറ്റിൽ പോകാനാണെങ്കിൽ 4-5 മണിക്കൂറിന് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൊഹറും മസ്കറ്റും ഒക്കെയാണ്. പെട്ടെന്ന് പോയി വരാൻ പറ്റുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഇത് തന്നെയാണ് എല്ലാവർക്കും പെട്ടെന്നുള്ള നമ്മുടെ മനസ്സിൽ വരുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് സെലക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സൊഹറും മസ്കറ്റും. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ബോർഡറിലെ പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് 5:30 കൂടിയിട്ട് നമ്മൾ ഒമാൻ്റെ നാഷണൽ ഹൈവേ 1 കയറി. ഒമാൻ്റെ ഈ വടക്കൻ തീരദേശ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഹൈവേ ആണ് നാഷണൽ ഹൈവേ 1. സൊഹറിലോട്ട് പോകാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി ഈ ഒരു നാഷണൽ ഹൈവേ 1 തന്നെയാണ്. നേരം സന്ധ്യയായി, ഇരുട്ടി തുടങ്ങി, സൺസെറ്റൊക്കെ ആയി. ഇന്നിനിപ്പോൾ രാത്രി സൊഹറിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണാൻ പറ്റുമെന്നറിയില്ല, എന്തെങ്കിലും കാണാനുണ്ടോയെന്നും അറിയില്ല. ഇപ്പോൾ ഗൂഗിൾ മാപ്സ് പറയുന്നത് ഇവിടെ നിന്ന് 1 മണിക്കൂറാണ്, 1 മണിക്കൂർ യാത്രയാണ് സൊഹറിൽ എത്താൻ വേണ്ടിയിട്ടുള്ളതെന്നാണ് ഗൂഗിൾ പറയുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മൾ ഷിനാസ് എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തി. റോഡിൻ്റെ നടുക്കൊരു ഗേറ്റ് കാണുന്നുണ്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല കളറാക്കിയിട്ടുണ്ട്. ഫ്ലാഗ് പുതിയ കളറാണ്. ഇവരുടെ ഫ്ലാഗിൻ്റെ കളറാണ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് സൈഡിൽ റെസ്റ്റോറൻറ്റും ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഷിനാസ് ഗേറ്റിൽ നിന്ന് ഏകദേശം 1/2 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറൊരു ടൗണിലെത്തിയിട്ട് പേരറിയില്ല. നമ്മൾ സൊഹറിലെത്തി. ഒരു ഹോട്ടലിൽ റൂം എടുത്തു. അൽ സദാറ ഹോട്ടൽ എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. വിശദമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറയാം. ഇന്ന് December 1 നാഷണൽ ഡേയുടെ അവധി, ഒരുപാട് അവധി ഒരുമിച്ച് കിട്ടിയുണ്ട്. ഏകദേശം 4 ദിവസം അവധി ഒരുമിച്ച് കിട്ടിയുണ്ട്. സൊഹർ മുഴുവൻ UAEക്കാരുടെ കുത്തൊഴുക്കാണ്. എല്ലാ ഹോട്ടലും ഒക്കെ ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ, അതായത് 30-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കാണ്
ഷാർജയിൽ നിന്ന് യാത്ര ഇരിക്കുന്നത്. സൊഹറിന് നമ്മുടെ ഖൽബ ബോർഡർ വഴിയാണ് ക്രോസ് ചെയ്തത്. 5 മണിയോട് കൂടിയിട്ടാണ് ഖൽബ ബോർഡറിലെത്തിയത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് കൗണ്ടറുകൾ നമ്മുടെ UAE ബോർഡറിലായിരുന്നാലും ഒമാൻ ബോർഡറിലായിരുന്നാലും ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിസയൊക്കെ വളരെ എളുപ്പത്തിൽ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. നമ്മൾ പക്ഷേ ഒമാൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഏകദേശം നേരെ ഉരുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. 1-2 ചെറിയ ടൗണുകളൊക്കെ ക്രോസ് ചെയ്തിട്ട് നമ്മൾ സൊഹറിലെത്തി. സൊഹറിൽ ഞങ്ങൾ വന്നതിന് ശേഷം കുറേ ഹോട്ടലുകളിൽ റൂം അന്വേഷിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ റൂം കിട്ടാൻ എല്ലായിടത്തും ബുദ്ധിമുട്ടായിരുന്നു. അവസാനം പിന്നെ ഈ ഒരു ഹോട്ടലിലാണ് ഒരു റൂം കിട്ടിയത്. 25 റിയാലാണ് അവർ പറഞ്ഞത്. എന്നിട്ട് 23 റിയാലിന്, അതായത് 230ഓളം ദിർഹംസാണ് ഒരു അപ്പാർട്ട്മെന്റ് നമുക്ക് തന്നത്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. അതിനുശേഷം എണീറ്റ് ഫ്രഷ് ആയിട്ട് ഇന്ന് രാവിലെ സൊഹറിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാഴ്ചകൾ കാണാം. ഇതാണ് ഹോട്ടലിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഇത് മെയിൻ റോഡാണ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങി. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഹോട്ടലിൻ്റെ പുറത്തുള്ള വ്യൂ ഇതാണ്. ഇത് നമ്മൾ വന്ന ഒരു ഹൈവേ ആണ്, നാഷണൽ ഹൈവേ 1. നാഷണൽ ഹൈവേ 1, അതായത് റൂട്ട് 1 എന്നാണ് ഈ ഒരു റോഡ് അറിയപ്പെടുന്നത്. മസ്കറ്റ് മുതൽ ഖൽബ ബോർഡറിൽ പോയിട്ട് UAE ആയിട്ട് കണക്ട് ചെയ്യുന്നൊരു റോഡാണ്. മസ്കറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രി ഫുഡ് കഴിച്ച ഹോട്ടൽ അത്ര പോരായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി ഒരു തമിഴ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് അത്ര പോരായിരുന്നു. ഇപ്പോൾ ഇതൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിനോട് ചേർന്നിട്ടുള്ള ഒരു സർവീസ് റോഡാണ്. അതിങ്ങനെ ഹൈവേയുടെ സൈഡിൽ കൂടെ പാരലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പം ആദ്യം പോകുന്നത് നമ്മുടെ സൊഹർ ഫോർട്ടിലോട്ടാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററാണ് ഗൂഗിൾ മാപ്സ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച റെസ്റ്റോറൻറ്റ്. അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റാണ്. റേറ്റൊന്നും അത്ര റേറ്റൊന്നുമില്ല. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് ചെറിയ റോഡിലോട്ട് കയറി. നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വശത്ത് കടലാണ്. അപ്പോൾ കടലിനോട് ചേർന്നിട്ടൊരു റോഡുണ്ട്. അതുവഴി സൊഹർ ഫോർട്ടിലോട്ട് പോകാനുള്ളൊരു പ്ലാനാണ്. ഏകദേശം 10 കിലോമീറ്റർ നീളമുള്ളൊരു റോഡാണ്. ചെറിയൊരു കോസ്റ്റൽ റോഡാണ്. അപ്പോൾ ആ കടലിൻ്റെ വശത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകാനുള്ളൊരു പ്ലാനാണ്. വഴിയില്ല. സൊഹർ പോർട്ടാണോ കാണുന്നത് നമ്മുടെ ഫ്രണ്ടിൽ? ചെറിയ പോർട്ട്. റോഡ് വെള്ളം ഒലിച്ചിട്ട് പൊളിഞ്ഞു പോയത്. ഇത് നോക്ക്. ഞങ്ങൾ ഇങ്ങനെ ഒരു ബീച്ച് സൈഡിലൊരു റോഡുണ്ടായിരുന്നു. അതിങ്ങനെ ബീച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ വന്നപ്പോൾ കുറേ വിൻറ്റേജ് കാറുകൾ കിടക്കുന്നുണ്ട്, കുറേ ബോട്ടൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു വൈബാണ്. അത് കണ്ടിട്ട് ഇറങ്ങിയാണ്. പക്ഷേ ബീച്ച് അത്ര ക്ലീനൊന്നുമല്ല. ദൂരെ നമ്മുടെ സൊഹർ പോർട്ടാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പോർട്ട് കാണുന്നുണ്ട്, സൊഹർ പോർട്ട്. ഇതൊരു കോഫി ഷോപ്പാണ്. എനിക്കൊന്ന് വൈകുന്നേരമൊക്കെ ആയിരിക്കും ഓപ്പൺ ആകുന്നു. വേലിയൊക്കെ കെട്ടിയിട്ട് തിരിച്ച് സെറ്റായിട്ട് ടേബിളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സെറ്റ് വൈബായിരിക്കും. സമയം 10:30 അത്യാവശ്യം വെയിലുണ്ട്, ചൂടുമുണ്ട്. ഇനി ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ അധികം ഒരുപാട് കാഴ്ചകളൊന്നും കാണാനില്ല. വളരെ കുറച്ച് കാഴ്ചകളേ ഉള്ളൂ. സൊഹർ ഫോർട്ടുണ്ട്. അപ്പോൾ സൊഹർ ഫോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് സമയം ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ നിന്നിട്ട് നേരെ സൊഹർ ഫോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കും.
നമ്മുടെ ഒരു സൈഡിൽ ബീച്ചും ലെഫ്റ്റ് സൈഡിലൊക്കെ വീടുകളാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കോഫി ഷോപ്പുകൾ അങ്ങനെയൊക്കെ ഉള്ള കടകളൊക്കെ ഉണ്ട്. പക്ഷേ അധികവും വീടുകളാണ്. ഇവിടുത്തെ ഒമാനി ലോക്കൽസ് താമസിക്കുന്ന ഒരു വീടും കാര്യങ്ങളൊക്കെയാണ്. ഈ റൈറ്റ് സൈഡിൽ കടലിനോട് ചേർന്നിട്ടായതുകൊണ്ട് ബോട്ട് പാർക്ക് ചെയ്യാനും അതുപോലെയുള്ള ബോട്ടിൻ്റെ മെയിൻ്റനൻസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഈ ഏരിയയിൽ മുഴുവൻ ബോട്ടും അതുപോലെ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നതെല്ലാം. ഒരുപാട് വിൻറ്റേജ് വണ്ടികൾ ഇവിടെ കിടപ്പുണ്ട്. ഒന്നിനും നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. എനിക്കൊന്ന് ഈ ബോട്ടിനെ കടലിൽ നിന്ന് വലിച്ച് കരയിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് അതൊക്കെ. എല്ലാ ഷെഡിലും ഒരു വണ്ടി മിനിമം ഒരു പഴയ വണ്ടികളുണ്ടാവും. പക്ഷേ നമ്പർ പ്ലേറ്റും അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒരുപാട് പഴയ വണ്ടികളാണ്. എല്ലാം വർക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത ആ വണ്ടികളൊക്കെ വർക്കിംഗ് ആണ്. പക്ഷേ അതിലാകെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ്ങും 4 ടയറും മാത്രമാണ് കാണാൻ പറ്റുന്നത്. ബാക്കിയെല്ലാം നശിച്ച രീതിയിലാണ് തുരുമ്പെടുത്ത് ഒരു മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ വർക്കിംഗ് ആണെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. കാരണം കെട്ടി കരയിലോട്ട് വലിച്ചു കൊണ്ടുവന്ന ആ റോപ്പും കാര്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്നു. ദൂരെ നമ്മുടെ സൊഹർ ഫോർട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ചുഴലിക്കാറ്റ് നോക്കും. ഇത് ലെഫ്റ്റ് സൈഡ് നോക്കും. നീ കണ്ടില്ലല്ലോ, കാണിച്ചു തരാം. അത് പോയി, നമ്മൾ വന്ന അത് പോയി. നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് വേറൊരു പാർക്ക് കണ്ടു, ഒരു ബീച്ച് പാർക്ക്. അവിടെ ഇറങ്ങി. പ്രത്യേകിച്ചൊന്നുമില്ല, ബീച്ചിൻ്റെ സൈഡിലൊരു പാർക്ക് അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട കാഴ്ച ആ ഭാഗത്താണ് നമ്മൾ നിന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ വേറൊരു ബീച്ച് കണ്ടപ്പോൾ ഇറങ്ങുന്നേ ഉള്ളൂ. ആ ഭാഗത്ത് കുറച്ച് ഫാമിലീസൊക്കെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. അത്ര വൃത്തിയുള്ള ബീച്ചെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഓക്കെ. നേരത്തെ നമ്മൾ ഇറങ്ങിയതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ നീറ്റാണ്. അൽ സങ്കർ പാർക്ക് എന്നാണ് ഈ ഒരു ബീച്ച് പാർക്കിൻ്റെ പേര്, അൽ സങ്കർ പാർക്ക്. ഇതാണ് ഒരു പാർക്ക്. അവിടെ കിഡ്സിന് കളിക്കാനൊക്കെ ഉള്ള കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ക്യാമ്പിങ്ങിന് പറ്റിയ ഒരു സ്പോട്ടുണ്ട്, അതായത് ബാർബിക്യൊക്കെ ചെയ്യാൻ പറ്റിയ. നമ്മളെന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല, അതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. നമ്മളെന്തായാലും സൊഹർ ഫോർട്ടിലോട്ട് പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഒരു ബീച്ച് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ആ ബീച്ച് സൈഡ് വഴി കുറേ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഇനിയിപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ട് പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ ബീച്ചിൻ്റെ കുറേ കാഴ്ചകൾ കണ്ടു. കുറേയൊക്കെ ഷൂട്ട് ചെയ്തു, കുറേ ഒന്നും ഷൂട്ട് ചെയ്തില്ല. ഇനിയിപ്പോൾ നമ്മൾ മെയിൻ റോഡിലോട്ട് കയറിയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്.